ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ്. അങ്ങനെ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ യാത്ര പോവാറ്. നോർമലി നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നമ്മൾ രണ്ടുപേരും കൂടി കുറച്ച് നേരം സംസാരിച്ച് രണ്ടുപേർക്കും ഓക്കെ ആവുന്ന സ്ഥലം എവിടെയാണോ അങ്ങോട്ടേക്ക് പോകും. അത് ഓരോ ടൈമിലെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളൊന്നും പ്രീ പ്ലാൻ ചെയ്യാത്തത്. അപ്പോൾ കുറച്ച് പ്രകൃതിയെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഏകദേശം സ്ഥലം അങ്ങോട്ട് ഫിക്സാക്കി. ഈ പോകുന്ന കാണുമ്പോഴേ നിങ്ങൾക്ക് റൂട്ട് പിടുത്തം കിട്ടിയിട്ടുണ്ടാകും. നല്ല വിശപ്പടിച്ചുകൊണ്ട് ബോർഡർ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ ബോർഡർ കടന്നു ഗൈസ്. ഈ ഒരു സ്ഥലത്തിനോട് ഇത്രത്തോളം ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ ഉത്തരവൊന്നും കിട്ടിയില്ല കേട്ടോ. എന്തുകൊണ്ടോ മൈൻഡിന് ഭയങ്കര റിലാക്സേഷൻ തരുന്നൊരു റൂട്ടാണിത്. നമ്മളിങ്ങനെ സമാധാനത്തെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ കടന്നു വരവ്. ദാ വരുന്നു നമ്മുടെ വില്ലൻ. എൻ്റെ പൊന്നോ, വരുന്നത് കാണുമ്പോഴേ പേടിയാവും. ഒറ്റക്കൊമ്പനെല്ലാം മലയിറങ്ങി വരുന്നൊരു ഫീൽ ചെയ്യുന്നു. പിന്നെ നമ്മൾ മെല്ലെ വണ്ടി മൂവ് ചെയ്ത സമയത്താണ് ദാ നമ്മുടെ മാൻകുട്ടന്മാരെ കാണുന്നത്. എന്ത് രസമാണെന്നറിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. കാരണം നമ്മൾ ഇവർ സൂര്യലൊക്കെ പോയി കാണുന്ന പോലെയല്ലല്ലോ, ഇവർ ഫ്രീ ആയിട്ട് അവിടെ നിൽക്കുകയല്ലേ. അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെ. നമ്മൾ നോർമലി ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ മാന്, പിന്നെ ഇതാ ഈ കുരങ്ങന്മാർ, പിന്നെ കാണാറുള്ള മെയിനായിട്ടുള്ള ആൾ നമ്മുടെ കാട്ടിലെ കുറച്ച് ആനകൾ. അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. ഈ റൂട്ട് പോകുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് അത്. കൊമ്പന്മാരുണ്ടാവാറുണ്ട്, അല്ലാണ്ട് ഫാമിലി ആയിട്ട് പോകുന്ന ആനക്കുട്ടികളോ ഇവരൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കാണാൻ വേറെ തന്നെ ഒരു ഫീൽ തന്നെയാണ്. കുറേ യാത്രയ്ക്ക് ശേഷം ദാഹിച്ച് തൊണ്ട വറ്റിയപ്പോഴാണ് ഈ സേട്ടായെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ കണ്ടത്. അപ്പം തന്നെ വണ്ടി നിർത്തി ഇത് വെട്ടാൻ വേണ്ടി കൊടുത്തു. ഇത് ശരിക്കും ഒരു തല വെട്ടുന്ന ഫീലില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിനെ ഇത് കുടിച്ചതിന് ശേഷം കിട്ടിയൊരു നിർവൃതി എൻ്റെ അമ്മോ പറഞ്ഞറിയിക്കാൻ പറ്റൂല. മൈസൂർ പാലസ് എന്നൊരു ഫോട്ടോ എടുത്തിട്ടെന്ന് ചോദിച്ചിട്ട് അപ്പടിഞ്ഞ് പറയും, അയ്യോ ഇവിടെ നിന്നല്ല അപ്പുറത്ത് നല്ല സ്ഥലമുണ്ട്. എന്നിട്ട് മറ്റേ കണ്ട കാട്ടിന് മുമ്പ് ഏതെങ്കിലും എന്തായാലും കൊന്തക്കാട്ടിൻ്റെ വേഗം നിർത്തല്ല. വണ്ടി ഓടിച്ചാൽ ഞാനല്ലെങ്കിലും എനിക്ക് ഒടുക്കത്തെ ക്ഷീണമായിരുന്നു. ഞാൻ കിടന്ന് പോത്തുപോലെ ഉറങ്ങി. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഈ മനോഹരമായ കാഴ്ചയാണ് ഞാൻ കണ്ടത്. നല്ല രസമല്ലേ ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ. നമ്മളെന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ റീച്ച് ആവും. എൻ്റെ ഫോണിൽ തീരെ ചാർജില്ല, അതുകൊണ്ട് കുറേ വിഷ്വൽസ് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങോടെ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് പോയി. അവിടെ പോയിട്ട് നെയ് റോസ്റ്റും ചട്നിയും കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം വിചാരിച്ച റൂം പോയി റെസ്റ്റ് എടുക്കാമെന്നാ. പിന്നെ പ്ലാൻ അങ്ങോട്ട് മാറ്റി. വോക്കബിൾ ഡിസ്റ്റൻസ് തന്നെ മൈസൂർ പാലസ് ഉള്ളപ്പോൾ നമ്മൾ അവിടെ പോകാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടുത്തെ വരെ പോയി. അപ്പം നമ്മൾ തിരക്കൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് പോയതായിരുന്നു. പക്ഷേ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. കാരണം പുറത്തുള്ള കുറേ ആൾക്കാർ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരകത്തേക്ക് എൻട്രി കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അകത്ത് കയറാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. കാരണം ഒരുപാട് തവണ ഇതിൻ്റെ ഉള്ളിൽ കണ്ടതാണ്. പിന്നെ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഈ ഒരു സാധനം വാങ്ങിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ വിചാരിച്ചു എന്തിനാന്ന് വെറുതെ, ആവശ്യമില്ല. ഇത് പണ്ടേ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് വീട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒഴിവാക്കി. ഒരു ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് കണ്ടത്. പക്ഷേ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് കിട്ടിയില്ല. പിന്നെ കുറച്ച് നേരം നമ്മൾ ഈ കുതിരകളിയെല്ലാം ഒന്ന് നോക്കി. പക്ഷേ കയറുകയൊന്നും ചെയ്തില്ല. നമ്മൾ എങ്ങോട്ട് പോകാനും നമ്മൾ റൂം തൊട്ടടുത്ത് തന്നെ, വെറുതെ ദൂരം നടക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ക്രൗഡൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അതിലൂടെയൊക്കെ നടക്കുകയും ഇരിക്കലൊന്നും ചെയ്തു. പിന്നെ മെല്ലെ നമുക്ക് തിരിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനിങ് ആയി. കാരണം എന്ന് വെച്ചാൽ നല്ല ടയേർഡാണല്ലോ. റെസ്റ്റ് എന്തായാലും ആവശ്യമാണ്. നാളെ ഒരുപാട് പരിപാടികളുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ എന്തായാലും എനിക്ക് കുത്തിക്കയറ്റാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാം അപ്ലോഡ് ചെയ്യാം. ഞാൻ ഈ കമ്മലൊക്കെ ഒന്ന് നോക്കി. പക്ഷേ നമ്മളെ നാട്ടിലെ ബംഗാളി ചേട്ടൻ്റെ അടുത്തുള്ള അത്ര കളക്ഷനൊന്നും ഞാൻ ഇവിടെ കണ്ടില്ല. അതുകൊണ്ടൊന്നും വാങ്ങിയില്ല. ഇവിടുത്തെ മെയിൻ പ്രത്യേകതയായി എനിക്ക് എപ്പോൾ വന്നപ്പോഴും തോന്നിയിട്ടുള്ള ഒറ്റൊരു കാര്യം ഇതാണ്. ഏതൊരു പാലസ് ആണെങ്കിലും, ഏത് ടെമ്പിൾ ആണെങ്കിലും, ഏത് പള്ളിയാണെങ്കിലും ഇങ്ങനെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാകും. അത് കാണുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു നിർവൃതി നമുക്ക് കിട്ടും. ഈ ഒരു സംഭവം കണ്ടോ, ഇത് കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് യാത്ര ചെയ്തതാ. ചുറ്റിയും വളഞ്ഞെല്ലാം പോയിട്ട് ലാസ്റ്റ് ഇവിടെ എത്തി. ഉള്ളിലേക്ക് വിടുമൊന്നുമില്ല, ഇതൊരു പള്ളിയാണ്. പക്ഷേ ഇത്രയും ലൈറ്റ് അലങ്കരിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അതെനിക്ക് അങ്ങോട്ട് ഒരുപാട് ഇഷ്ടമായി. കുറേ നേരം ഞാൻ അത് നോക്കിയിട്ട് അവിടെ തന്നെ നിന്നു. പിന്നെ ചാഞ്ചി എന്നോട് പറഞ്ഞു, വാ നമുക്ക് പോവാം റെസ്റ്റ് എടുക്കാമെന്ന്. അങ്ങനെ ഫുഡും കൂടി കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇയാൾക്ക് എവിടെ പോയാലും മലയാളി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് വളരെ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ വേറെ രക്ഷയില്ലല്ലോ. ഞാനങ്ങനെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. പുള്ളിക്ക് പിന്നെ അതൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് പൊറോട്ടയും മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത്. അത് നല്ല സന്തോഷത്തോടെ നിർവൃതിയോടെ ഇരുന്ന് കഴിക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഇനി അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ നടന്ന് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇനിയൊന്ന് നന്നായിട്ട് കിടന്നുറങ്ങണം. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല.
അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാ വിശേഷങ്ങളും കാണാം.